അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ എൻ്റെ ദാവൂദ് ഖുർആൻ മാസ്റ്റേഴ്സ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وجاء من أقصى المدينة رجل يسعى قال يا قوم اتبعوا المرسلين. സൂറത്ത് യാസീനിലെ 20-ാമത്തെ ആയത്താണിത്. ഒരു മനുഷ്യനെക്കുറിച്ചാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. നമ്മൾ ഓരോരുത്തരെയും പോലെ കൊച്ചു കൊച്ചു സ്വപ്നങ്ങളും സന്തോഷങ്ങളും ദുഃഖങ്ങളും ആകുലതകളും ബേജാറുകളും ഒക്കെയുള്ള ഒരു പച്ചയായ മനുഷ്യനെക്കുറിച്ച്. അദ്ദേഹം ഒരു ദൂതനോ ഒരു പ്രവാചകനോ ഒന്നുമായിരുന്നില്ല. തൻ്റെ കംഫേർട്ട് സോണിൽ നിന്ന് മനസ്സിലാക്കിയ സത്യങ്ങളെ മുറുകെ പിടിച്ച് മരിക്കുന്നതുവരെ ജീവിച്ചു പോകാവുന്ന ഒരു സാധാരണ മനുഷ്യൻ. എന്നാൽ അദ്ദേഹത്തെക്കുറിച്ച് നൂറ്റാണ്ടുകൾക്കിപ്പുറവും നമ്മൾ ചർച്ച ചെയ്യാനുള്ള കാരണം അദ്ദേഹത്തെ റബ്ബ് സുബ്ഹാനഹു വ തആല തൻ്റെ അന്തിമ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനിൽ പരാമർശിച്ചു എന്ന കാരണത്താലാണ്. സുബ്ഹാനല്ലാഹ്. അദ്ദേഹത്തിൻ്റെ പേരോ നാടിൻ്റെ പേരോ അദ്ദേഹം എവിടെയാണെന്നോ ഒന്നിനെക്കുറിച്ചും റബ്ബ് സുബ്ഹാനഹു വ തആല ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നാം അത് ചൊഞ്ഞന്വേഷിച്ച് പോകുന്നുമില്ല. നേരെ മറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല ഫോക്കസ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലേക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വികാരങ്ങളിലേക്കുമാണ്. അതുകൊണ്ട് തന്നെ നാമും അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്കാണ്, ആ പ്രവൃത്തിയിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത് ഇൻഷാ അല്ലാഹ്. വജാഅ മിൻ അഖ്സൽ മദീനത്തി റജുലുൻ യസ്ആ. റസൂലുമാരോട് അവിടുത്തെ നാട്ടുകാർ പറഞ്ഞ ഒരു സന്ദർഭത്തെക്കുറിച്ചാണ്. നിങ്ങളാണ് ഞങ്ങളുടെ ശവനപ്പിഴയെന്നും നിങ്ങൾ ഈ ദൗത്യത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ കല്ലെറിഞ്ഞു കൊല്ലുമെന്നും അതല്ലെങ്കിൽ വേദനയേറിയ ശിക്ഷ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നും അവരെ ഭീഷണിപ്പെടുത്തിയ സന്ദർഭം. ഇതിനെക്കുറിച്ച് ഈ മനുഷ്യൻ അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ എന്നാൽ സ്വന്തം കാര്യം നോക്കി വീട്ടിൽ തന്നെ ഇരിക്കാമായിരുന്നു. എന്നാൽ അദ്ദേഹം അത്ര വലിയ ഒരു പാതകം ഈ ജനങ്ങൾ ചെയ്തു പോകുമോ എന്ന ഭയത്താൽ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അവിടേക്ക് ഓടിയെടുക്കുകയാണ്. ഇവിടെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മിൻ അഖ്സൽ മദീനത്ത് അഥവാ പട്ടണത്തിൻ്റെ അങ്ങേ അറ്റത്തു നിന്ന് എന്നാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ പരാമർശിച്ചത്. അതായത് പട്ടണത്തിൻ്റെ അങ്ങേ അറ്റത്തുള്ള ആൾക്ക് പോലും ഹിദായത്ത് ലഭിച്ചു. എന്നാൽ ഇതേ പട്ടണത്തിൽ 3 ദൂതന്മാർക്ക് നടുവിൽ ജീവിച്ചിട്ടും ഇവിടെയുള്ള മനുഷ്യർക്കാർക്കും ഹിദായത്ത് ലഭിച്ചില്ല എന്നാണ്. ഹിദായത്ത് അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമാണ്. അത് വളരെ സെലക്റ്റീവായി റബ്ബ് സുബ്ഹാനഹു വ തആല നേരിട്ട് നൽകുന്നതാണ് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണിത്. അദ്ദേഹം ഓടി വന്നിട്ട് ആ നാട്ടുകാരോട് പറയുന്നത് ഖാല യാ ഖൗമി ഇത്തബിഉൽ മുർസലീൻ. എൻ്റെ ജനങ്ങളെ, നിങ്ങൾ ഈ ദൂതന്മാരെ പിൻപറ്റൂ എന്നാണ്. അദ്ദേഹം ഇക്കാര്യം പറയാൻ ഓടിയെടുക്കുമ്പോൾ അദ്ദേഹത്തിന് നന്നായി അറിയാം ഈ ജനങ്ങൾ അത്രയേറെ അക്രമകാരികളും അത്രയേറെ വളരെ മോശകരമായി സ്വന്തം തങ്ങളിലേക്ക് വന്ന ദൂതന്മാരോട് പോലും പെരുമാറുന്നവരാണ് എന്നറിയാം. എന്നിട്ടും അവരെ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത് എൻ്റെ ജനങ്ങളെ എന്നാണ്. അതാണ് ഒരു പ്രബോധകൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. താനിത് പറയുന്നതോടുകൂടി അവരത് അംഗീകരിക്കുമെന്നോ അവരെ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുമെന്നോ ഒന്നും അദ്ദേഹം പ്രതീക്ഷിക്കുന്നില്ലല്ലോ. എന്നിട്ടും സ്വന്തം ജീവൻ പണയപ്പെടുത്തിയാണ് ആ പട്ടണത്തിലേക്ക് അദ്ദേഹം പുറപ്പെട്ടു വന്നിട്ടുള്ളത്. അക്രമകാരികളായ ആ ജനങ്ങളെ നന്നായി അറിഞ്ഞിട്ടും അദ്ദേഹം അവരെ വിളിക്കുന്നത് എൻ്റെ ജനങ്ങളെ എന്നായിരുന്നല്ലോ. പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തഫഖുൻ അലൈഹിയായ ഒരു ഹദീസിലൂടെ ഈ നസീഹത്തിനെ സംബന്ധിച്ച് നന്നായി പഠിപ്പിച്ചു തരുന്നുണ്ട്. എൻ്റെയും നിങ്ങളുടെയും ഉപമ ഒരു ആളെപ്പോലെയാണ്. അയാൾ ഒരു തീ കത്തിച്ചു. ആ തീ കണ്ട് ഈയാമ്പാറ്റകളും പ്രാണികളും അതിലേക്ക് വന്ന് വീഴാൻ തുടങ്ങി. എന്നാൽ അപ്പോൾ ആ മനുഷ്യൻ അവരെ തടയാൻ ശ്രമിച്ചു. എന്നാൽ അയാളെ അതിജയിച്ചുകൊണ്ട് അവർ അതിലേക്ക് എടുത്തു ചാടി എന്നാണ്. അതുപോലെ ഞാനിതാ നിങ്ങളെ നരകത്തിൽ നിന്ന് തടയാൻ നിങ്ങളുടെ അരക്കെട്ടുകൾക്ക് പിടിക്കുകയാണ്. എന്നാൽ നിങ്ങളാകട്ടെ എൻ്റെ കയ്യിൽ നിന്ന് വഴുതി മാറി അതിലേക്ക് തന്നെ എടുത്തു ചാടിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു അതിശക്തമായ നസീഹത്താണ് ഏതൊരു പ്രബോധകൻ്റെയും ഊർജം.
ആ തീയുടെ അടുക്കൽ നിൽക്കുമ്പോൾ അതിൽ വീഴാതെ അവരെ സംരക്ഷിക്കാൻ വേണ്ടി അവരെത്ര അപഹസിച്ചാലും പരിഹസിച്ചാലും അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് പ്രബോധകന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. ആ മനുഷ്യൻ ചെയ്ത ഈ ഒരു പ്രവൃത്തിക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല തിരിച്ചു നൽകിയത് എന്താണെന്നാണ് തുടർന്ന് നാം കാണുന്നത്. സുബ്ഹാനല്ലാഹ്. റബ്ബ് ലോകാവസാനം വരേക്കും നിലനിൽക്കുന്ന തൻ്റെ പരിശുദ്ധമായ വേദഗ്രന്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രഢോജനമായ ഈ ഒരു ചരിത്ര സംഭവത്തെ എടുത്ത് ഉദ്ധരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഇന്നും നാം അത് ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നു. 26-ാമത്തെ തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ് എന്നെ വല്ലാതെ ആകർഷിച്ചത്. അതായത് ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം സ്വർഗത്തിൽ എത്തിച്ചേർന്നിട്ടും അവിടെ നിന്ന് ഈ മനുഷ്യൻ പറയുന്ന ഒരു വാക്കാണ് സുബ്ഹാനല്ലാഹ്. അദ്ദേഹത്തിന് ഈ ലഭിച്ച ഈ ആരാമത്തിലെ സൗകര്യങ്ങൾ എല്ലാം കണ്ട് അദ്ദേഹം ഞെട്ടി തരിച്ചു നിൽക്കുമ്പോൾ അദ്ദേഹം അറിയാതെ പറഞ്ഞു പോകുന്നത്, എൻ്റെ ജനങ്ങൾ ഇക്കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നാണ്. സുബ്ഹാനല്ലാഹ്. അവിടെയും തൻ്റെ ജനങ്ങളെ സംബന്ധിച്ചുള്ള നസീഹത്താണ് അദ്ദേഹത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. സുബ്ഹാനല്ലാഹ്. ഈ രീതിയിൽ വളരെ നസീഹത്തോടുകൂടി നന്നായി നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെ കൈപിടിച്ചുകൊണ്ട് ഒരുമിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. ആഖിർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.